പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. നമ്മൾ മാത്രമല്ല, ഈ ശുശ്രൂഷ അനേകം മക്കൾ, ആയിരക്കണക്കിന് മക്കൾ ഇന്നും നാളെയും ഇപ്പോഴും ഒക്കെ ആയിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഈ ധ്യാനം കൂടും. അവരെ എല്ലാവരെയും ഇപ്പോഴും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ കൊണ്ടുവന്ന് കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് ശ്രുതികട ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ കർത്താവേ ഈ ധ്യാനം കൂടുന്ന അങ്ങേ മക്കളെ ഈ നിമിഷം പ്രാർത്ഥനയോടെ ഓർക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. മക്കളെ, നമ്മൾ ഉടമ്പടി ധ്യാനമാകുമ്പോൾ സാക്ഷ്യങ്ങൾ കേട്ടതുപോലെ നിങ്ങൾക്കും ഉറപ്പായിട്ടും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റും എന്ന് മനസ്സിൽ സന്തോഷിച്ച് കരുതണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേട്ട സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ സ്വഭാവം, അതിൻ്റെ പ്രകൃതി മനസ്സിലാകും. അതായത് പല കാര്യങ്ങളും മനുഷ്യന് പെട്ടെന്ന് ബുദ്ധിപരമായിട്ട് ആലോചിച്ചാൽ നടക്കാത്ത കാര്യങ്ങളാണ് അമ്മ നടത്തി തരണത്. അപ്പോൾ തന്നെ നോക്കും, അതാണ് ഉടമ്പടിയുടെ നേച്ചർ. അതാണ് ഉടമ്പടിക്ക് ഒരു പ്രകൃതിയുണ്ട്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ബൈബിളിൽ ഉടമ്പടിയെക്കുറിച്ച് പറയണത്. നമ്മുടെ കഴിവ് കൊണ്ടല്ല, അവിടുത്തെ കൃപ കൊണ്ടാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ എഫേസ്യ ലേഖനമാണ്, 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അവിടെ ഉടമ്പടി ചെയ്യുന്ന എല്ലാ മക്കളും ചിന്തിക്കണം, ഇത് നടക്കുമോ, നടക്കത്തില്ലായിരിക്കുമോ, ഇത് എൻ്റെ കഴിവിന് പറ്റിയ കാര്യമാണോ അല്ലയോ എന്നൊക്കെ ചിന്തിച്ച് കൺഫ്യൂഷൻ ആക്കരുത്. കാര്യം നമ്മൾ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻസ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ദൈവത്തിനൊരു കൺഫ്യൂഷനുമില്ല. കാര്യം എന്താ? നമ്മുടെ ശക്തിയിലല്ല ദൈവം ആശ്രയിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയിലാണ് ആശ്രയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം കൃപയുടെ ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് കൃപ എപ്പോഴും കരുണയിൽ വർക്ക് ചെയ്യണതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? കൃപ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യണത്, എൻ്റെ അനുകൂലമായൊരു കാലാവസ്ഥ എന്ന് പറയുന്നത് കരുണയാണ്. അപ്പോൾ നമ്മൾ ദൈവപൈതൽ ചിന്തിക്കേണ്ടത്, ദൈവത്തിന് എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണ തോന്നാൻ ഞാൻ എൻ്റെ ജീവിതം എങ്ങനെ സുവിശേഷ വിഹിതമായി പുനഃക്രമീകരിക്കണം. അത് കണ്ണിൽ എണ്ണ ഒഴിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാര്യം കരുണ തോന്നാൻ നമ്മുടെ ഇപ്പോൾ പത്രോസിനോട് ഈശോ എന്നാ പറഞ്ഞത്? നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കണത്, ദൈവിക കാര്യങ്ങളല്ല. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അടിസ്ഥാനപരമായിട്ട് എന്തായിരിക്കണം? ദൈവിക കാര്യങ്ങളായിരിക്കണം. പിടിയിടില്ലേ? ഇപ്പം നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായമാണ്, 33-ാമത്തെ തിരുവചനം. ഒന്ന് പറഞ്ഞ, നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്, ദൈവിക കാര്യങ്ങളല്ല. അപ്പോൾ വചനം എന്താ പറയണത്? നമ്മൾ അന്വേഷിക്കണമെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിലും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മാനുഷിക കാര്യങ്ങൾ മാറ്റണം. പിന്നെന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് ദൈവിക കാര്യങ്ങൾ ഉൾപ്പെടുത്തണം പ്രാർത്ഥനയിൽ. കാര്യം പത്രോസിനോട് ഈശോ എന്നാ പറഞ്ഞത്? നീ എൻ്റെ സാത്താനെ, നീ എൻ്റെ പിന്നിൽ പോകാൻ പറഞ്ഞല്ലേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചില സമയത്ത് കിട്ടാതെ നമ്മൾ പിന്നിൽ പോകേണ്ടി വരും, പുറകിൽ പോകേണ്ടി വരും. പുറകിലായി പോകും ഓരോ കാര്യങ്ങൾക്കും. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നിലായിട്ട് പോണത്? മാനുഷിക കാര്യങ്ങൾ അന്വേഷിക്കണ കൊണ്ടാണ്. അത് ദൈവിക കാര്യങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പിലാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അച്ഛാ എങ്ങനെയാണ് ഈ മാനുഷിക കാര്യങ്ങൾ? നമ്മൾ മനുഷ്യന്മാരല്ലേ, മാനുഷിക കാര്യങ്ങളല്ലാതെ പിന്നെ നമ്മളെന്താണ്? നമ്മൾ ദൈവമാണോ? നമ്മളെങ്ങനെ ദൈവിക കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? അങ്ങനെയല്ല. എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെ മാനുഷിക വശമുണ്ട്, ദൈവിക വശമുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾ മാറി താമസിക്കാൻ തീരുമാനിച്ചു.
നിങ്ങൾ 3 ചേട്ടാനുജന്മാരുള്ള വീട്ടിലാണ് കെട്ടി വന്നിരിക്കുന്നത്. നിങ്ങൾ മൂത്തവൻ്റെയോ അല്ലെങ്കിൽ നടുവത്തവൻ്റെയോ ഭാര്യയാണ്, അല്ലെ ഭർത്താവാണ്. എന്നായാലും മാറി താമസിക്കണം അല്ലേ? പക്ഷെ മാറി താമസിക്കാൻ വലിയ പാങ്ങൊന്നും കാണുന്നില്ല. പക്ഷെ നിങ്ങളതുകൊണ്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്, മാറി താമസിക്കണം. ഒരു 3 സെൻറ്റ് സ്ഥലം, അവിടെ കൂര കുത്താനുള്ളൊരു ഇടവും തന്നെ ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് മാനുഷിക കാര്യമാണ്, ഇത് ദൈവിക കാര്യമാണ്. നമ്മൾ 3 ചേട്ടാനുജന്മാരും അവരുടെ നാത്തും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളൊക്കെ ഉണ്ട്, കുടുംബ തറവാട്ടിലുണ്ട്. നമുക്ക് മാറി താമസിക്കാതെ വരെ മാർഗ്ഗമില്ല. അപ്പനോട് പറഞ്ഞ് ഞങ്ങൾക്ക് വല്ലതും ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണെന്ന് ചോദിക്കും. എന്താ ഇങ്ങനെ സംസാരിക്കണം അപ്പ? അല്ലേ, നിന്നെയൊക്കെ പഠിപ്പിച്ചില്ലേ, അപ്പം എൻ്റെ കാശ് തീർന്ന്. ഇനി നിങ്ങൾ വളർന്ന് ഇനി നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് വീട് വെക്കണം. അപ്പോൾ ചില അപ്പന്മാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതകാലം മുഴുവനും അവർ വിദ്യാഭ്യാസം പരമപ്രധാനമായിട്ട് കണ്ടുകൊണ്ട് അവർ പരമാവധി കടവും വിലയും മേടിച്ച് മക്കളെ പഠിപ്പിച്ച് മാറ്റും. അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു, അതെ ഞങ്ങളുടെ ബാങ്ക് നിങ്ങളാണ്, ഞങ്ങൾക്കുള്ളത് നിങ്ങളാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ തന്നെ നിങ്ങളുടെ അധ്വാനം കൊണ്ട് കണ്ടെത്താനുള്ള മാർഗ്ഗം അന്വേഷിക്കണമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല. അപ്പം പറയണത് അപ്പോൾ ഇവിടുന്ന് തറവാട്ടിൽ നിന്നൊന്നും കിട്ടപ്പോരില്ലെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ അവസാനം കേട്ടൊരു സാക്ഷ്യം കണ്ടില്ലേ? അവസാനം ഒരു സാക്ഷ്യം കേട്ടില്ലേ? അവർക്ക് ചെന്നൈയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ലേ? നല്ല ജോലിയാണ് കിട്ടിയത്. ശേഷം അവർ ഇവിടെ കളമശ്ശേരി വന്നു, അവിടെ ജോലി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടി. അവിടെ അവർ എൻജിനീയർ, അവിടുത്തെ വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്ന ആൾ കൂടിയായി മാറി. അപ്പോൾ പെട്ടെന്ന് നടന്നാണ്. അവർ തകർന്ന് തരിപ്പണമായി 0-യിൽ വന്ന ആൾക്കാരാണ്. ഒറ്റ ഉടമ്പടി കൊണ്ട് ഒരു രാത്രി കൊണ്ട് അമ്മ ഇടപെട്ടതാണ്. അവർക്ക് പോലും അറിയത്തില്ല അവരെങ്ങനെയാണ് ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നതെന്ന്. അമ്മ വിചാരിച്ചാൽ ഈ ഒരാഴ്ച കൊണ്ട് നടക്കിയ വിഷയങ്ങൾ ഒന്നും കാണണ്ട, ഒന്നും കണ്ടില്ലല്ലോ അവർ. അവർക്ക് വിശ്വാസം മാത്രമേ ആസ്തിയായിട്ടുണ്ടായിരുന്നുള്ളൂ. ആസ്തി എപ്പോഴും നമ്മുടെ ആസ്തി എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ പറയണം, നിങ്ങൾ FDയും പൊന്നും ഒന്നും പറയരുത്, വിശ്വാസമാണ് എൻ്റെ ആസ്തി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ആസ്തി? വിശ്വാസമാണ് എൻ്റെ ആസ്തി എന്ന്. അതേ ഉള്ളൂ, അത് മതി, വേറെ ഒരു ആസ്തിയുടെ ആവശ്യമില്ല. വിശ്വാസത്തിൽ നിന്ന് അല്പം നീണ്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യാശയാണ്. അത് ദൈവം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകണതാണ്. ചില കാര്യങ്ങൾ പ്രത്യാശയിൽ നിന്ന് അല്പം കൂടി 2-3 ഒരു ഘട്ടം കൂടി പിന്നിടുകയാണെങ്കിൽ ദൈവസ്നേഹമാണ്. ചില കാര്യങ്ങൾ അല്പം കൂടുതൽ താമസിച്ച് മാത്രമേ നടക്കാവൂ. അതിനാണ് സമർപ്പണമുള്ളത്. ഇതെല്ലാം ഓരോ തിയോളജിക്കൽ വെർച്യൂസാണ്, ദൈവിക പുണ്യങ്ങളാണ്. ഒരു ദൈവ പൈതൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നിലനിൽപ്പിനുള്ള വരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ദൈവം. ദൈവിക പുണ്യങ്ങളെന്നാണ് തിയോളജിയിൽ ഇന്ന് പറയണത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അതിൻ്റെ കൂടെ ഞാൻ സമർപ്പണം കൂടി ചേർത്തിട്ടുണ്ട്. കാര്യം ചില കാര്യങ്ങൾ സമർപ്പണമില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിരുസന്നിധിയിൽ നിന്ന് ആർജിക്കുവാൻ പാടായി വരും. സമർപ്പണമാണ് ഏറ്റവും ടോപ്പ് ഡിസ്പോസിഷൻ. ദൈവത്തിരുസന്നിധിയിൽ ഒരു വ്യക്തി പ്രസാദാത്മകമായി നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ പുണ്യങ്ങളിലൊന്നാണ് സമർപ്പണം. ശ്രുതിയുടെ ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് കർത്താവേ അനുഗ്രഹിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ നമ്മൾ പുണ്യത്തിൽ പുരോഗമിക്കുകയാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഒരു വിഷയവുമായി നമ്മൾ പുണ്യത്തിൽ പുരോഗമിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പരമാവധി പ്രാർത്ഥന ചെയ്യുന്ന ദൈവിക കാര്യങ്ങൾ പേറ്റിയെടുക്കണം, മാനുഷിക കാര്യങ്ങൾ ഒഴിവാക്കണം. ഇപ്പം നമ്മൾ ഈ മാറി താമസിക്കുന്നൊരു വിഷയം എടുത്തില്ലേ? മാറി താമസിക്കുന്നതിന് ചിലപ്പോൾ മാനുഷിക കാര്യങ്ങൾ കൂടുതലാണെങ്കിൽ പിന്നിലായി പോകും. സാത്താനെ, നീ എൻ്റെ പിന്നിൽ പോകാൻ പറഞ്ഞില്ലേ? മാനുഷിക കാര്യങ്ങൾ കൂടുതലാകുന്നതുകൊണ്ട് നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കണത്, ദൈവിക കാര്യങ്ങൾ അല്ല എന്ന് പറയണില്ലേ? എന്നിട്ട് പിന്നിൽ പോകാൻ പറയും.
അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ താമസിക്കും. ഇപ്പോൾ ഉദാഹരണം മാറി താമസിക്കുന്ന വിഷയം തന്നെ. അപ്പം നമ്മൾ അത് മാനുഷിക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറി താമസിച്ചാൽ പിന്നെ അമ്മായിയപ്പനെ ചുമക്കേണ്ടി വരത്തില്ലല്ലോ. അതാണ് എൻ്റെ അടുത്തുള്ള മാനുഷികമായ കാര്യം. അമ്മായിയമ്മയുമായിട്ട് അത്രയ്ക്ക് യോജിച്ച് പോകാൻ പറ്റണില്ല. അതുകൊണ്ട് ഇവരിനി കുറച്ച് അങ്ങോട്ട് വയസ്സാകും തോറും ഇവർ കിടപ്പായി കഴിഞ്ഞാൽ ഇവരെൻ്റെ മുതുകത്തിരിക്കും. അതുകൊണ്ട് ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ അമ്മായിയപ്പൻ്റെ അവസാന കാലങ്ങളൊക്കെ നമ്മുടെ കലത്തിൽ നിന്നായിരിക്കും വിളമ്പേണ്ടി വരണത്. അതുകൊണ്ട് ഇപ്പം തന്നെ ഊരിക്കഴിഞ്ഞാൽ സംഭവം സേഫാക്കി. അതാണ് മാനുഷിക കാര്യങ്ങൾ. ഇതിവിടെ വരുമ്പോൾ പിന്നിലായി പോകും. കാര്യം പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം പ്രാർത്ഥിക്കണത് ജോസപ്പച്ചനോടൊന്നുമില്ല. ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? നിൻ്റെ അന്തരംഗങ്ങൾ വിവേചിക്കണവനോട് പ്രാർത്ഥിക്കുന്നത്. അന്തരംഗങ്ങൾ വിവേചിക്കുമ്പോൾ ആണ് പ്രശ്നം വരണത്. അന്തരംഗങ്ങളിൽ മാനുഷിക കാര്യങ്ങൾ വന്നാൽ ഇനി ഇതിനെ ദൈവിക കാര്യമാക്കാൻ പറ്റും നമുക്ക്. കാര്യങ്ങൾ ദൈവം രണ്ടായിട്ട് തിരിക്കും. ഈശോയുടെ കാലം മുതലാണ് അങ്ങനെ തിരിക്കാൻ തുടങ്ങിയത്. ഈശോയുടെ കാലം മുതൽ കാര്യങ്ങളെ ഈശോ രണ്ടായിട്ട് തിരിക്കും. എന്താണ്? മാനുഷിക കാര്യവും ദൈവിക കാര്യവും. അപ്പോൾ എല്ലാ വിഷയങ്ങളുടെ കൂടെ അത് കുത്തിയിരുന്ന് ആലോചിച്ച് ഇതിനെ എങ്ങനെ ദൈവിക കാര്യമായി കൺവേർട്ട് ചെയ്യാമെന്ന് ദൈവ പൈതൽ ചിന്തിക്കണം. അപ്പം ഇതിനെങ്ങനെ എങ്ങനെ ദൈവിക കാര്യമായിട്ട് കൺവേർട്ട് ചെയ്യാം? ഇപ്പം ചില മരുമക്കൾ കർത്താവേ, ഞങ്ങൾക്ക് അപ്പനും അമ്മയ്ക്കും നല്ല ഭക്ഷണം ഇവിടെ കിട്ടണില്ല, എല്ലാവരും കൂടി കിടന്ന് ഒരു വെപ്പൊക്കെ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. പ്രായമായവരെ നോക്കേണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ കൂര കുത്താറി ഇടതെന്ന അപ്പനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അപ്പോൾ ദൈവിക കാര്യമായി ആ സാധനം. ആ സംഭവം പെട്ടെന്നാണ് ദൈവിക കാര്യമാകുന്നത്. ഈ ദൈവിക കാര്യം പെട്രോളെ തീ പിടിക്കണ പോലെ കത്തിപ്പിടിക്കും. ഉടനെ പെട്രോളെ തീ പിടിക്കണ പോലെ ഈ സംഭവം കത്തിപ്പിടിക്കും. അതായത് എൻ്റെ മക്കൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചേ യേശുസ്തുതിയുടെ ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, അതിൻ്റെ വചന ബോധ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇപ്പം നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം 33:16 അവിടെ നമുക്ക് പ്രസിദ്ധമായൊരു തിരുവചനമാണ്. എന്താണ്? ഒടുവിലാണ് ഞാൻ ഉണർന്നത് എന്ന് പറഞ്ഞ്. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പിന്നിലായിപ്പോയി. കർത്താവിനെ അനുഗ്രഹിച്ച് മുന്നിലാക്കി. അപ്പോൾ ആ വചനം വളരെ രസകരമായ വചനമാണ് അല്ലേ? പ്രഭാഷകൻ 33:16 എന്താ പറയണത് എന്ന് പറഞ്ഞ്. പ്രഭാഷകൻ 30 കാര്യം വചനമൊക്കെ മക്കൾ ഇപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ? എന്നാ സാക്ഷ്യം പറഞ്ഞത്? അവരെന്നാ സാക്ഷ്യം പറഞ്ഞത്? ഞാൻ വചനം കേട്ടപ്പോഴേ കൗൺസിലിംഗ് ഇരുന്ന് എല്ലാം എഴുതി. കൗൺസിലിംഗിൽ എഴുതിയ വചനങ്ങൾ വീട്ടിൽ പോയി 3 മണി വെളുപ്പിനെ വരെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ നോട്ട് ബുക്കിലേക്ക് പകർത്തി. അത് പകർത്തിയപ്പോഴെന്നാ സംഭവിച്ചത്? എൻ്റെ ഭർത്താവ് ഇരുന്ന് വചനം വായിക്കണ ഞാൻ കണ്ടെന്ന് ആദ്യമായിട്ട്. ശ്രുതികട ഹല്ലേലൂയ. അതാണ് സംഭവം. നമ്മൾ ഈ അച്ഛൻ എപ്പോഴും പറയുവേ, മക്കളെ, ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ. ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്. അതിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. നമ്മൾ സത്യസന്ധരാണെങ്കിൽ ദൈവം ഗൗരവമായിരിക്കും വിഷയത്തിൽ. നമ്മൾ ഈ വിഷയത്തിൽ ഗൗരവമുള്ളവരാണെങ്കിൽ ദൈവം നമ്മുടെ വിഷയത്തിൽ സത്യസന്ധരായിരിക്കും. അവർ സത്യസന്ധരായിരുന്നു. അവരെ കൗൺസിലിംഗ് കേട്ട അതേ വചനം വീട്ടിൽ പോയിരുന്ന് ഒരു പ്രാവശ്യം ഇവിടെ വെച്ച് എഴുതി, പിന്നെ നോട്ട് ബുക്കിലേക്ക് പകർത്തി. ഇത് പകർത്തണതെല്ലാം ആര് കാണുന്നു? കർത്താവ് കാണുന്നു. കർത്താവിൻ്റെ വചനമാണ് ഈ പകർത്തണത് അല്ലേ? അല്ല, സംഘത്തിലെ കണക്ക് പുസ്തകമല്ലല്ലോ. കർത്താവിൻ്റെ വചനം ആണ് പകർത്തണത്. മക്കളെ, വചനമെന്ന് പറയുമ്പോൾ കണ്ണ് നിറയണം. കാര്യം എൻ്റെ കർത്താവ് നിത്യത വരെയുള്ള എൻ്റെ കഴിച്ചുകൂട്ടലിന് വേണ്ടി തന്ന
അന്നു വേണ്ട ആഹാരമാണ് കർത്താവിൻ്റെ വചനം. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, നന്ദി കർത്താവേ, സ്തോത്രം. അപ്പോഴേ പ്രഭാഷകൻ എന്താ പറയണത്? ഒടുവിലാണ് ഞാൻ ഉണർന്നത്. പറഞ്ഞ്, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാ പെറുക്കുന്നവരെ പോലെ, കാലാ പെറുക്കുന്നവനെ പോലെ, മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ കൂട്ടത്തില് ഞാൻ പിറകിലായിപ്പോയി. കർത്താവിനെ തൻ്റെ അനുഗ്രഹത്താൽ മുന്നിലാക്കി. അപ്പം മനസ്സിലായല്ല, അനുഗ്രഹം എന്തിനുള്ളതാണെന്ന്? മുന്നിലാക്കാനുള്ളതാണ്. നമ്മളെ പിന്നിലായി പോയാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എന്താ? കർത്താവ് ഒരു സെക്കൻഡ് വിചാരിച്ചാൽ നമ്മളെ മുന്നിലാക്കും. പക്ഷെ നമ്മളെ പിന്നിലാക്കരുത്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളെങ്ങനെ നമ്മളെ പിന്നിലാക്കണത്? സാത്താനെ, നീ എൻ്റെ പിന്നിൽ പോകാൻ പറഞ്ഞില്ലേ? അത് നമ്മളെ പിന്നിലാക്കിയതാ. എന്താ കാര്യം? മാനുഷിക കാര്യങ്ങൾ കൂടുന്തോറും ദൈവിക കാര്യങ്ങൾ പ്രാർത്ഥനയെ കുറയും തോറും പ്രാർത്ഥന കേൾക്കാതെ പിന്നിലായി പോകും. അപ്പോൾ എല്ലാ വിഷയങ്ങളും നിങ്ങൾ എന്ത് പറഞ്ഞാലും ദൈവത്തിൻ്റെ ഓഹരി വെച്ച് വേണം പ്രാർത്ഥന മെയ്ഡപ്പ് ചെയ്യാൻ. ഞാൻ പണ്ട് എന്തിനാണ് അച്ഛനാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉടനെ പറയും മിഷൻ ജോലിക്കാണെന്ന് പറയും. അങ്ങനെയാണ് പറഞ്ഞു. 6ാം ക്ലാസ് പോലെ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, എന്തിനാണ് വൈദികന? അപ്പോൾ വൈദികനാകേണ്ട കാര്യം ആരെങ്കിലും ചോദിക്കണം, എന്തിനാണ് വൈദികനാണ്? മിഷൻ ജോലിക്ക്. മിഷൻ ജോലിക്കെന്നാണ് പറയണത്. അത് ഇന്നും തെറ്റിയിട്ടില്ല. മിഷൻ ജോലി തന്നെ എപ്പോഴും നിങ്ങളെ കൊണ്ടും ചെയ്യിക്കണത് എന്താ? മിഷൻ ജോലിയാണ്. ഈശോനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. കാരണം രണ്ടാമതൊരു ഈശോയും രണ്ടാമതൊരു കുരിശുമരണവും ഇല്ല, ഒരേ ഒരു ഈശോയേ ഉള്ളൂ. കൈ അടിച്ച് കർത്താൻ ഹല്ലേലൂയ, 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 ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യ മുതൽക്കേ മാറാതും തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ള തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യ മുതൽക്കേ മാറാതുള്ളൊരു തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളൊരു തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ എപ്പോഴും പ്രാർത്ഥനയിൽ, അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥനയെ ദൈവിക കാര്യമാക്കി മാറ്റണത്? അത് ദൈവ ആരൂപിയാൽ നയിക്കപ്പെടുമ്പോഴാണ്. ദൈവ ആരൂപിയാൽ, പ്രാർത്ഥനയിൽ ദൈവ അരൂപിയാൽ ഇത് ചാലകമാകണം. ഇപ്പോൾ ഉദാഹരണത്തിന് യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് 4:15 എന്നാ പറയണേ? യാക്കോബ് 4:15 നാളെ നിങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയരുത്. ഒന്ന് പറഞ്ഞേ ആ വചനം. നാളെ നിങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയരുത്. ഇപ്പം നിങ്ങൾ IELTS-നൊക്കെ എന്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ IELTS-കാർ രക്ഷപ്പെടുന്നത്, MOS ഹാദും എല്ലാം രക്ഷപ്പെടുന്നത് ഈ പെട്ടിയിൽ നിന്നാണ്. എത്ര സാക്ഷ്യങ്ങളാണ് നമുക്ക് കേൾക്കുന്നത്.
ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ. 8 കൊല്ലം 8 പ്രാവശ്യം എഴുതി, 16 പ്രാവശ്യം എഴുതി ഒക്കെ എന്നിട്ടും അവസാനം ഒന്ന് ഉടമ്പടി ചെയ്ത് പിന്നെ പിറ്റേ പ്രാവശ്യം നോക്കിയപ്പോൾ മൊഡ്യൂൾസ് അമ്മയെല്ലാം മുമ്പത്തേക്കാളും ആവശ്യമായ മാർക്ക് നൽകി. അപ്പോൾ അവർക്കറിയാം പൊട്ടപ്പരീക്ഷകളെന്ന് പറയും, വീട്ടിലിരുന്ന് കരയുകയും ചെയ്യും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ 7.5 ഉണ്ടാവും. എങ്ങനെയാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉടമ്പടി എങ്ങനെ വർക്കൗട്ട് ചെയ്യണത്? നമ്മുടെ ഓർമ്മശക്തിയോ ഫൊണറ്റിക്സോ നമ്മുടെ പ്രൊനൗൺസിയേഷനോ കൊണ്ടല്ല. ഇപ്പം തന്നെ ഇംഗ്ലണ്ടിലെ നിയമം മാറ്റിയിട്ടില്ലേ? എത്രയോ പേരുടെ പ്രാർത്ഥനയാവും. അടുത്ത ആഴ്ച മുതൽ പുതിയ നിയമം വരാൻ പോകും. IELTS ഇംഗ്ലണ്ടിൽ ഇപ്പോഴേ 6.5 മതി. റൈറ്റിംഗാണ് എല്ലാവരും കിടന്ന് വിഷമിച്ചത്. എല്ലാവരും വിഷമിച്ചത് റൈറ്റിങ്ങിനാണ്. ഇപ്പോൾ റൈറ്റിങ്ങിനും അവർ നിയമം മാറ്റി. റൈറ്റിങ്ങിനും എന്തെല്ലാം കിട്ടിയാൽ റൈറ്റിംഗ് കിട്ടത്തില്ല. ഇപ്പോൾ റൈറ്റിങ്ങിനും മാറ്റി. റൈറ്റിങ്ങിന് 6.5 മതി. നേരത്തെ 7 വേണ്ടിയിരുന്നു. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ പുതിയ നിയമം വരികയാണ്. ലോകം മുഴുവനും നല്ല നിയമങ്ങൾ ഉണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 യേശു സ്തോത്രം, യേശു സ്തോത്രം, യേശു സ്തോത്രം, ജീസസ്, താങ്ക് ജീസസ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തുതിയുടെ ഹല്ലേലൂയ, 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 കർത്താവേ, ജനങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങൾ സാധുക്കളെ ബലഹീനരെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കർത്താവേ അങ്ങനെ ദിവസത്തിന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും പിന്നിലായി പോകുന്നവർക്ക് സംരക്ഷണത്തിനുള്ള നിയമങ്ങൾ തിരുത്തി എഴുതപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. മഹാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൽ നാഥനായി വാഴുവേക ദൈവം, സത്യജീവമയമാണ് ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്ന ദൈവം, നിത്യജീവനേകുന്ന ദൈവം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും നമ്മൾ യാക്കോബ് 4:15 ധ്യാനിച്ചുകൊണ്ടിരുന്നത്. എന്നാ പറയണത്? ഈശോ എന്നാ പറഞ്ഞത്? നാളെ നിങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി, ഇംഗ്ലണ്ടിൽ, കാനഡ, ഓസ്ട്രേലിയ, എവിടെയായാലും ഇന്ന പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് നിങ്ങൾ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? എങ്ങനെയാ പറയേണ്ടത്? അതായത് കർത്താവ് മനസ്സാകുമെങ്കിൽ ആ സംഭവം അതാണ്. അങ്ങനെയാണ് ഒരു മാനുഷിക കാര്യത്തെ ദൈവിക കാര്യമായിട്ട് കൺവേർട്ട് ചെയ്യണത്. അങ്ങനെയാണ് പറഞ്ഞു, മനസ്സിലായല്ലേ? നിങ്ങൾ മസിൽ പിടിക്കരുത്. കാര്യം ഒരുപക്ഷെ നിങ്ങൾക്കത് ഗുണമോ ദോഷമോ നിങ്ങൾക്കറിയത്തില്ല. കാര്യം നമ്മൾ കാണുന്ന ഗുണമല്ല ദൈവം കാണുന്നത്. നിങ്ങൾ കാണുന്ന ഗുണം 70 വയസ്സ് വരെയുള്ള ഗുണമാണ് നിങ്ങൾ കാണുന്നത്. ഒരു ചെറുക്കനെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക, എവിടെയെങ്കിലും അവിടെ PR കിട്ടി അവിടെ താമസിക്കുക, 2 കുഞ്ഞുങ്ങളെ അവിടെ പഠിപ്പിക്കുക, മാതാപിതാക്കന്മാർക്ക് കുറച്ച് പൈസ അയച്ചു കൊടുക്കുക, കുടുംബത്തിൻ്റെ കടം മാറ്റുക, ഇത്രയും മിനിമം പരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ദൈവം കാണുന്നത് അങ്ങനെയല്ല. ദൈവം എന്ത് കണ്ടാലും സ്വന്തം മകനെ അധികരിച്ച് കാണത്തുള്ളൂ. മക്കളെ, ഈ മകനിങ്ങനെ ആയില്ലേ? എന്തിനു വേണ്ടി ഇങ്ങനെ ആയതാ? നിത്യത എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. അതിൻ്റെ കവറേജ് ഇല്ലാത്തൊരു സാധനം ദൈവം ടേക്കപ്പ് ചെയ്യത്തില്ല. എന്തിനാവും വന്നത്? ഞാൻ വന്നിരിക്കുന്നത് എന്തിനാ? ചുമ്മാ ജീവൻ ഉണ്ടാകാനല്ലല്ലോ. ആണോ? അല്ല, ആണോ? 10:10 യോഹന്നാൻ എന്താ? സമർത്ഥമായ. അപ്പം സമർത്ഥമായ ജീവൻ എന്ന് പറയുമ്പോൾ സമർത്ഥമായ ജീവൻ നിത്യതയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈശോ സംസാരിച്ചിരിക്കുന്നത്. അല്ല നമുക്ക് വിദേശത്ത് അന്യരാജ്യങ്ങളിൽ ജോലി തരാനാണ് ഈശോ ക്രൂശിക്കപ്പെട്ട് മരിച്ചത്? അല്ല. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ?
മത്തായി 6:33 ഈശോ പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. IELTSഉം അതുപോലെ തന്നെ ജോലിയും എല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ്, വീടും നിങ്ങൾക്ക് ആവശ്യമാണ്. ബട്ട് സീക്ക് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെ അന്വേഷിക്കണം. എന്തിനാണ്? നിത്യതയെ അന്വേഷിക്കണമെന്ന്. അപ്പം നിത്യതയെ അന്വേഷിച്ചു കൊണ്ടുള്ള കവറേജാണ് കർത്താവ് ദൈവിക കാര്യമായി മാറ്റണത്. ദൈവിക കാര്യമായി മാറ്റണത് അതാണ് യാക്കോബ് പറയുന്നത്. നിങ്ങളുടെ ദുർമോഹം തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചോദിക്കുന്ന കൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം. യാക്കോബ് 4:3 നിങ്ങളുടെ ദുർമോഹം എന്ന് വെച്ചാൽ എന്താണ് ദുർമോഹം എന്ന് പറയണത്? നിത്യതയെ ഒഴിവാക്കിക്കൊണ്ടുള്ള എല്ലാ മോഹങ്ങളും ദുർമോഹങ്ങളാണ്. നിങ്ങൾ കേട്ടിരിക്കുന്ന ദുർമോഹമല്ല. ഒരു വീടിന് പകരം 2 വീട്, അങ്ങനെയുള്ള ദുർമോഹമല്ല, ഭൗതിക ദുർമോഹമല്ല. കർത്താവാണ് സംസാരിക്കുന്നത്. കർത്താവ് ദുർമോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ദുർമോഹമായിരിക്കത്തില്ല. നിത്യതയെ ഒരു വ്യക്തി ഒഴിവാക്കിയാൽ അവൻ കുരിശുമരണത്തെ ഒഴിവാക്കിയിരിക്കും. അവൻ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ ഒഴിവാക്കിയിരിക്കും. അവൻ ആത്മാവിനെ ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള എല്ലാ ശാരീരിക നടപടികളും ദുർമോഹമാണ്. കൈ അടിച്ച് കർത്താവ് രോഗത്തിൻ ശക്തിമേൽ അഗ്നിയേക്കു, ശാപത്തിൻ ശക്തിമേൽ അഗ്നിയേക്കു, ആത്മാവ ദൈവമേ അഗ്നിയേക്കു, ആത്മാവേ അഗ്നിയാൽ നിറയണമേ, ആത്മാവേ അഗ്നിയാൽ നിറയണമേ. പ്രഭാഷകൻ 33:27. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതായത് എല്ലാവർക്കും എല്ലാം നല്ലതല്ല. പ്രഭാഷകൻ 37:28. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം നല്ലതല്ല, പ്രയോജനകരവുമല്ല. പ്രൈസ് ദി ലോർഡ്. ഇതുകൊണ്ടാണ് പലപ്പോഴും ചില പ്രാർത്ഥനകൾ, ഇപ്പം 6 കാര്യം വെച്ചാൽ ചില കാര്യം പമ്മിക്കളിക്കണില്ലേ, ചില കാര്യം പമ്മണേൻ്റെ കാര്യം അതിൻ്റെ അകത്ത് നിത്യജീവൻ ഇല്ലാത്തത് കൊണ്ടാണ്. അത് നിത്യജീവനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തത് കൊണ്ടാണ് ചില കാര്യങ്ങൾ, അത് പ്യുവർ മാനുഷിക കാര്യങ്ങളാണ്. ഈ മാനുഷിക കാര്യങ്ങളൊക്കെ ദൈവിക കാര്യങ്ങളാക്കണം എങ്ങനെയാണ്? എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം, ഈ കളി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജന്മം മൊത്തം പ്രാർത്ഥിച്ച് അവസാനം മരിച്ചു പോകും. കാര്യം ദൈവത്തിൻ്റെ വചനം എന്താ? ഈ മാനുഷിക കാര്യങ്ങളെ എങ്ങനെ ഇപ്പം യാക്കോബ് 4:15 മാനുഷിക കാര്യങ്ങളാണ് കച്ചവടം വെക്കണത്. ലാഭം മാനുഷികമായ കാര്യങ്ങളാണ്, കാര്യം നിലനിൽപ്പിൻ്റെ കാര്യങ്ങളാണ്. ഇതിനെ എങ്ങനെ ദൈവിക കാര്യങ്ങളാക്കണത്? ഒറ്റ വാക്കിലാണ്, എങ്ങനെ? കർത്താവ് മനസ്സാകുന്നെങ്കിൽ. അതാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന. അങ്ങനെയാണ്, എല്ലാ മാനുഷിക കാര്യങ്ങളെയും ദൈവിക കാര്യങ്ങളാക്കുകയാണ്. എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ തിരുമനസ്സ് നിറവേറണമേ. അതാ സംഭവം. അതായത് എല്ലാം ഇപ്പം താറാവ് ഇറച്ചി കറി വെക്കണ ആൾക്കാരില്ലേ? താറാവ് മീൻ തിന്നുന്ന വളരണ സാധനമായത് കാരണം താറാവ് ഇറച്ചിക്കൊക്കെ മീൻ മുശിക്കാണ് കോഴി ഇറച്ചിയേക്കാൾ, അല്ലേ? ആണോ? താറാവ് കണ്ടിട്ടില്ലേ? ഓ ഭാഗ്യ. ഈ ഒരു പക്ഷിയാണ്, മനസ്സിലായി അല്ലേ? താറാവിന് മീൻ മുശിക്കുണ്ടാവും. എങ്ങനെയാണ് ഈ മീൻ മുശിക്ക് മാറ്റണത്? മീൻ മുശിക്ക് ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ് അത് മാറ്റണത്? താറാവ് ഇറച്ചിയിൽ നിന്ന് മീൻ മുശിക്ക് മാറ്റണം എങ്ങനെയാണ്? അത് കുറച്ച് നേരം അരിഞ്ഞ് എൻ്റെ അടുത്ത് ഞാൻ നിങ്ങളിനി അത് പഠിപ്പിക്കട്ടെ.
അത് അരിഞ്ഞ് വെച്ചിട്ട് നാരങ്ങ എടുത്തിട്ട് നമ്മൾ നാരങ്ങ അരിഞ്ഞ് ഇറച്ചി മുഴുവൻ ഇങ്ങനെ തൂത്ത് വെക്കും അല്ലേ. നാരങ്ങ ഇറച്ചി മുഴുവൻ ഇങ്ങനെ ഒടിച്ച് അവിടെ വെക്കും. അരമണിക്കൂറോളം പച്ചത്താറാവിൻ്റെ ഇറച്ചിയിൽ നാരങ്ങാനീര് പുരട്ടി വെക്കും. അരമണിക്കൂർ കഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ മീൻ മുശുക്ക് ഉണ്ടാകത്തില്ല. പ്രാർത്ഥനയുടെ മീൻ മുശുക്കാണ് ഈ ലോകാരൂപി എന്ന് പറയണത്. പ്രാർത്ഥനയ്ക്കും ലോകാരൂപി ദൈവിക കാര്യങ്ങളെന്ന് പറയണത് ഈ പ്രാർത്ഥനയുടെ കൂടെ അതിൻ്റെ മീൻ മുശുക്ക് മാറ്റാനും മാനുഷികമായ കാര്യങ്ങൾ മാറ്റാനും എന്താ ചെയ്യേണ്ടത്? കർത്താവ് മനസ്സാകുന്നെങ്കിലും ചേർത്താൽ മതി. അതാണ് അവിടുത്തെ നാരങ്ങ അതാണ്. മീൻ മുശുക്ക് മാറും. എന്ത് മക്കൾ പറഞ്ഞാലും ഉടനെ ഈശോ പറയണ പോലെ പറയണം. ഈശോ വളരെ മാത്തമാറ്റിക്, അതായത് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പരിശുദ്ധാത്മാവ് ഡിസൈൻ ചെയ്ത പ്രാർത്ഥനയല്ലേ. അപ്പാ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, ഇല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. ശ്രുതികട ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു സ്തോത്രം. 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 ദൈവിക കാര്യങ്ങൾ അനുസരിച്ച് ക്രമീകരിക്കുവാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴെ ഈ ഭൂമി തേടേണ്ട നീ, കനിവിൻ നാഥൻ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴെ ഈ ഭൂമി തേടേണ്ട നീ, കനിവിൻ നാഥൻ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ഇന്നു നിന്റെ മാനസം നീ തുറന്നിടിൽ, എന്നുമെന്ന് ഈശോവിന്റെ കൂടെ വാഴും. ഇന്നു നിന്റെ മാനസം നീ തുറന്നിടിൽ, എന്നുമെന്ന് ഈശോവിന്റെ കൂടെ വാഴും. നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഹിതപ്രകാരം ദൈവമഹത്വത്തിനായി നിത്യജീവന് മുൻതൂക്കം നൽകിക്കൊണ്ട് എൻ്റെ പ്രാർത്ഥനയെ പുനഃക്രമീകരിക്കുവാൻ അതിലെ മാനുഷിക കാര്യങ്ങള് മാറ്റി ദൈവിക കാര്യങ്ങളാക്കി പരിവർത്തനം ചെയ്യിക്കുവാൻ എന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ കർത്താവേ, കർത്താവേ, മാനുഷിക കാര്യങ്ങളിൽ നിന്ന് മാറ്റി ദൈവിക കാര്യങ്ങളാക്കി മാറ്റിക്കൊണ്ട് മനോഭാവത്തെ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്തു സർവ്വജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്തു സർവ്വജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. സ്തുതിക്കട്ടെ. ഭാഷാപരം സ്തുതിക്കട്ടെ. ദൈവമേ ദൈവമേ കർത്താവേ സ്പർശിക്കണമേ. കർത്താവേ കരുണ
കർത്താവേ സ്പർശിക്കണമേ. കർത്താവേ ഭാരപ്പെടുന്നവരെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ കർത്താവേ നിന്റെ വിശുദ്ധ രക്തത്തിൻ്റെ ചൈതന്യത്തെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ ഭാരപ്പെടുന്നവരെ, രോഗപീഠങ്ങളാൽ വേദനപ്പെടുന്നവരെ, സാമ്പത്തികമായ ഭാരങ്ങളാലും ജോലിയില്ലാത്തവരെ ഈശോ കണ്ണീരോടെ പ്രാർത്ഥിക്കും. കർത്താവേ കരുണ തോന്നണമേ. കർത്താവേ കരുണ തോന്നണമേ. ഈശോ മക്കളില്ലാത്തവരെ, വിവാഹം താമസിക്കുന്നവരെ, കർത്താവേ സാമ്പത്തിക ബാധ്യതകളെ, ജോലിയില്ലാത്തവരെ, രോഗപീഠങ്ങളാൽ വരിയുന്നവരെ, മനോരോഗികളെ കർത്താവേ നടുവേദനവരെ, അസ്ഥിവേദന ലഭിക്കുന്നവരെ, ശരീരത്തിലെ മുഴയുള്ളവരെ, തൊണ്ട രോഗികളെ, കിഡ്നി രോഗികളെ, തൈറോയ്ഡ് രോഗികളെ, കരരോഗികളെ കർത്താവേ അങ്ങയുടെ തിരുവശത്തെ ഓർത്തുകൊണ്ട്, അങ്ങയുടെ തിരുവിലാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് കർത്താവേ രോഗികളോട്, സാമ്പത്തിക ബാധ്യതയുള്ളവരോട്, ജീവിക്കാൻ മാർഗമില്ലാത്തവരോട് കർത്താവേ ഈശോ ക്രൂശിക്കപ്പെട്ടവനെ, ഈശോ തിരുവിലാവിൽ വരുവറ്റവനെ, ഈശോ കീടം ചൂടിയവനെ കർത്താവേ കർത്താവേ ഭാഷാവരത്തോടെ ദൈവമേ, ക്രൂശിക്കപ്പെട്ട ദൈവമേ, തിരുവിലാവിൽ മുറിവേറ്റ ദൈവമേ, കർത്താവേ കരുണ തോന്നണമേ. അസ്ഥിവേദനകള്, വാതരോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, സോറിയാസിസ് രോഗങ്ങള്, വെരിക്കോസിന്റെ രോഗങ്ങൾ കർത്താവേ കരുണമേ. തളിക്കണമേ. ക്രൂശിക്കപ്പെട്ടവനെ തിരുവിലാവിൽ മുറിവേറ്റവനെ വിശുദ്ധ രക്തത്താൽ തളിക്കണമേ കർത്താവേ കരുണമേ. കർത്താവേ മനോരോഗികളെ, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, ഈശോ ഒരു വിലയില്ലാത്തവരെ കർത്താവേ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കണ്ണാത്തോ നേടാമേ, കണ്ണാത്തോ നേടാമേ. ഈശോ ഈശോ കണ്ണാത്തോ. മാരകരോഗങ്ങള്, തീരാവേദികള് യേശുനാമത്തിൽ മാരകരോഗങ്ങള്, തീരാവേദികള് യേശുനാമത്തില് മാറിപ്പോകട്ടെ. മക്കളെ, കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക. ഇവിടെ ഒരു കൊട്ട നിറച്ച് സദ്യക്ക് വിളമ്പണ ചോറിരിക്കുക.
ഇത് 5 അപ്പം കർത്താവ് 5000 പേർക്ക് തീറ്റിപ്പോയിച്ച പോലെ അടിയന്തരങ്ങൾക്ക് തടസ്സമുള്ള കുടുംബങ്ങൾ പല അടിയന്തരങ്ങളും ഉണ്ടാകാം. പൈസ ഇല്ലാത്തതുകൊണ്ട് മാറ്റി വെക്കുന്ന കല്യാണമോ ജ്ഞാനസ്ഥാനമോ മറ്റെന്തടിയന്തരങ്ങളും അതിൻ്റെ മുഴുവൻ തടസ്സങ്ങളെ ഈശോ എടുത്തു മാറ്റിയിരിക്കുന്നു. കൈ അടിച്ച് കർത്താവ് ദൈവമേ, ക്രൂശിക്കപ്പെട്ട ദൈവമേ, തിരുവാലം ഒരുവരെ ദൈവമേ, കർത്താവേ തന്ന ദർശനത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഇത് വലിയൊരു സന്തോഷകരമായ സന്ദേശമാണ്. വൈവാഹിക ദോഷങ്ങൾ, മക്കളില്ലാത്തവർ, അങ്ങനെ അടിയന്തരങ്ങൾ, എല്ലാ അടിയന്തരങ്ങളും, അതിൻ്റെ എല്ലാ സാമ്പത്തിക തടസ്സങ്ങളും, ശാരീരിക തടസ്സങ്ങൾ, കുടുംബപരമായ തടസ്സങ്ങൾ, സ്ഥലസംബന്ധമായ ദോഷങ്ങൾ, തടസ്സങ്ങളെല്ലാം ഈശോ എടുത്തു മാറ്റിയിരിക്കുന്നു. കൈ അടിച്ച് praise you, Jesus. We love you, Jesus. We glory Jesus. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മൂക്കിൻ്റെ ഉള്ളിൽ, നമ്മുടെ മൂക്കിൻ്റെ ബാക്കിൽ നമുക്കറിയാം, നമുക്ക് തലയോടിൻ്റെ ആണെന്നറിയാം. പക്ഷെ മൂക്കിൻ്റെ ഉള്ളിലുള്ള തലയോടിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് പേശികൾക്ക്, ആ പേശികൾക്ക് പിന്നെ ഒരു ചുവന്ന ഇങ്ങനെ ഇല പോലെ ഒരു സംഭവം കാണാം ഈശോ കാണിച്ചു തരുന്നത്. അതായത് ശാരീരിക അന്തർഭാഗങ്ങളിൽ ചുവന്ന നിറത്തിൽ ഇലയുടെ അടയാളത്തിൽ കാണുന്ന രോഗങ്ങളാണ്. അതെന്ത് രോഗമാകാം, നിങ്ങൾക്കത് വെളിപ്പെട്ട് കിട്ടും. പക്ഷേ കർത്താവ് അത് പൂർണ്ണമായി ഇപ്പം സുഖപ്പെടുത്തിയിരിക്കുന്നു. കുരുക്കൾ പോലെ വരുന്ന അസുഖം, ആ ചെറിയ കുന്നിക്കുരുവിൻ്റെ പരുവത്തിലുള്ള കുരുക്കൾ. പക്ഷെ അതിൻ്റെ കളറെന്ന് പറയുന്നത് നെയ്യുടെ കളറാണ്. നെയ്യുടെ കളറുള്ള കുരുക്കൾ പോലെയുള്ള വസ്തുക്കൾ അതെവിടെയും ആകാം. കുടലിലാകാം, അല്ലെങ്കിൽ അണ്ഡാശയത്തിലാകാം. അങ്ങനെ എല്ലാ ആന്തരികമായ കുരുക്കളെയെല്ലാം ഈശോ ഈ നിമിഷം പൂർണ്ണമായി സുഖപ്പെടുത്തിയിരിക്കുന്നു. ശരീരത്തിലെ ഇതെല്ലാം ശരീര അന്തർഭാഗങ്ങളിൽ തന്നെയാണ്. കറുത്ത് വരുന്ന ഭാഗങ്ങൾ, നമ്മൾ ഈ കുടംപുളി, നമുക്ക് കറിക്കിടുന്ന കുടംപുളി ഇല്ലേ, അതിൻ്റെ കളർ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ കളർ പോലെ ഇങ്ങനെ ഏതാണ്ട് 1 സെൻറ്റിമീറ്ററോളം കറുത്ത ഭാഗങ്ങൾ ശരീരത്തിലുള്ള, അത് ക്യാൻസറും ആകാം, അല്ലെങ്കിൽ ശരീരങ്ങൾ കോശങ്ങൾ അഴുകി മാറുന്ന രോഗമാകാം. അന്തർഭാഗങ്ങളിലുള്ള കറുത്ത ഭാഗങ്ങളെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ 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 ഈശോ 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 കുടല്, അന്നനാളം, കുടലെല്ലാം കുഴൽ പോലെ ഇരിക്കുന്നത്, ഇപ്പോൾ ഈശോ കാണിക്കുന്നത് കുഴൽ പോലെ ഇരിക്കുന്നതാണ്. അതിന് രക്ത ഓട്ടം കുറവാണ്. അത് കുഴൽ പോലെ ഇരിക്കുന്നതിനുള്ളിൽ നമ്മുടെ ചില കുഞ്ഞു പൂക്കളില്ലേ, എന്നാ പൂക്കളെന്ന് പറയാൻ പറ്റത്തില്ല, അതായത് ചെറിയ ചെറിയ പൂക്കൾ പോലെ ഇങ്ങനെ പൂപ്പൽ പിടിച്ചിരിക്കുക. കുടലിനോ അന്നനാളത്തിനോ
അതുപോലെ തന്നെ ഇങ്ങനെ കുഴൽ പോലിരിക്കുന്ന ശരീരഭാഗങ്ങളുടെ അകത്തല്ല പുറത്ത് പൂപ്പൽ ഫംഗസ് പിടിച്ചിരിക്കുന്ന ഫംഗസ് അതുമൂലം മാരകമായ വിഷമം അനുഭവിക്കുന്ന വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തുന്ന എൻ്റെ മക്കളോട് അവസാനമായി ഈശോയ്ക്ക് പറയാനുള്ളത്, എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ തോന്നിക്കുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും ആത്മീയ കാര്യങ്ങൾക്ക് അലംഭാവം കാണിക്കരുത്. അലംഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് വരുന്നൊരു വിഷയം, ഇപ്പം നമ്മളൊരു പ്രാർത്ഥന, ഇപ്പം നിങ്ങൾ ഞായറാഴ്ച ദേവാലയത്തിൽ പോകുന്നത്, അപ്പോൾ നിങ്ങൾ ഇന്ന് എനിക്ക് പാടില്ല എന്നാൽ അടുത്ത ഞായറാഴ്ച പോകാം. പിന്നെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, വെളുപ്പിനെ ചെല്ലാം, അല്ലെങ്കിൽ പിന്നീട് മേക്കപ്പ് ചെയ്യാം, ഇങ്ങനെ കഴുകിയേല എന്ന് പറയത്തില്ലേ. ഇങ്ങനെ പറയുമ്പോൾ ഇത് നമ്മുടെ ഉടമ്പടിയുമായിട്ട് ഒരിക്കലും ടാലിയായി പോകത്തില്ല. അതായത് നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഈശോ പറഞ്ഞില്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, അതെ അതെ എന്നോ അല്ലെങ്കിൽ അല്ല അല്ല എന്നോ ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് കാലം വിശ്വാസി, കുറച്ച് കാലം പ്രാർത്ഥന. ഇപ്പം മനസ്സിലായില്ലേ? അതായത് ഈ 5:33 വചനം ഇപ്പോൾ ഈശോ തെളിയണത്. 5:33 മത്തായി 5-ാം അധ്യായം 33-ാം വാക്യം. നിങ്ങളുടെ ഉത്തരം ഒന്നെങ്കിൽ ഉണ്ട് അതെ അതെ എന്നോ അല്ലെങ്കിൽ അല്ല അല്ല എന്നോ ആയിക്കൊള്ളണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. നിങ്ങളെപ്പോഴും ചിന്തിക്കണത് ഇന്ന് പ്രാർത്ഥിച്ചു, നാളെ പ്രാർത്ഥിച്ചു, മറ്റൊന്ന് ഇത്രയും പ്രാർത്ഥിച്ചതല്ലേ, അല്ലെങ്കിൽ മറ്റൊന്ന് പിന്നെ ഒരു ദിവസം ലീവ് എടുത്തു, അന്ന് പിന്നെ അളിയൻ വന്നു കുപ്പി പൊട്ടിച്ചു, അന്ന് പ്രാർത്ഥന നടന്നില്ല, പിറ്റേ ദിവസം പ്രാർത്ഥിച്ചു. എന്താ പ്രോബ്ലം വരാൻ പോണത്? ഇത് മൊത്തം ക്യാൻസലായി പോകും. നിങ്ങൾ കളിക്കണത് ദൈവത്തോടാണ്, പൊട്ടങ്ങളിലാണ് കളിക്കണത്. അതായത് ഈശോ പറയണത്, അതായത് പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ്, ഇതിൻ്റെ ഇടയ്ക്ക് ലീവില്ല. അതായത് നിങ്ങൾ അതായത് ഒരിക്കൽ ഇപ്പോൾ കുറച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു, പിന്നെ കുടുംബത്തിൽ എന്തെങ്കിലും ആശുപത്രി കേസ് വന്നു, ഇങ്ങനെ ആശുപത്രി കൊണ്ടുപോയി, പ്രാർത്ഥന മുടങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, പ്രാർത്ഥനയ്ക്ക് പകരം ഇപ്പം അപ്പന് ആശുപത്രി പോയാലും ശരി, നമ്മളെ കുടുംബ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയായാലും ശരി, ആ കട്ടിൻ്റെ അരികിൽ ഇരുന്ന് നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിച്ചിരിക്കും. മനസ്സിലായി? ഇന്നിപ്പോൾ കർത്താവിനറിയാം. നിങ്ങൾ പറയുന്നത് എന്താണ്? കർത്താവിനറിയാം അപ്പൻ ആശുപത്രിയിലാണല്ലേ, കൊച്ചിന് പനിയല്ലേ, കർത്താവിനറിയാം. ഇങ്ങനെ കർത്താവിനെ അറിയിക്കരുത്. കർത്താവിന് ഒരു കാര്യം അറിയാൻ പാടുള്ളൂ, ഒന്നെങ്കിൽ അതെ അതെ എന്നോ അല്ലെങ്കിൽ അല്ല അല്ല എന്നോ. അപ്പം നിങ്ങൾ കൊച്ചിന് പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ചിലർ പറയും വർക്ക് ഈസ് പ്രയർ, അധ്വാനമാണ് ആരാധന. ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് സായിപ്പന്മാർ 18-ാം നൂറ്റാണ്ടിൽ സെർഫ്സിനെ കൊണ്ട്, അടിമകളെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ വേണ്ടി അവർ മുതലാളിത്തവും ലാഭക്കൊതിയന്മാരുണ്ടാക്കിയ പരിപാടിയാണ്. എന്താണ്? അധ്വാനമാണ് ആരാധന. ഇപ്പം ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല, അധ്വാനിച്ചാൽ മതി. ചില പറയും ഞാൻ വീട്ടിൽ എനിക്കൊരു കിടപ്പ് രോഗിയുണ്ട്, ഞാൻ രോഗിയെ നോക്കുന്നുണ്ട്. കുർബാന ഒരിക്കലും രോഗിയെ നോക്കണമായിട്ട് ബന്ധമില്ല. അത് വേറെ വീട്ടിലെ കുർബാനയാണ്, വീട്ടിലെ കുർബാന. അത് ഒരു കാരണം വെച്ചാലും നീ ഒരു സൽപ്രവർത്തനം എടുത്തിട്ട് ആരാധനക്രമത്തെ അട്ടിമറിക്കരുത്. അത് ആബ്സെൻ്റായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് നിൻ്റെ ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും ഒരു തരികിട പരിപാടി ചെന്ന് മനസ്സിലിട്ട് കർത്താവിൻ്റെ കാര്യം ഒഴിവാക്കാൻ പറയും. അടുക്കള കാര്യം കൊണ്ട് പോലും കർത്താവിൻ്റെ കാര്യം ഒഴിവാക്കാൻ കർത്താവ് മാർത്തയെ അനുവദിച്ചില്ലല്ലോ, ഇല്ലല്ലേ? നീ അവൾ ചെയ്യണ കാര്യം പ്രധാനപ്പെട്ട കാര്യമായിട്ട് പോലും വചനം കേൾക്കുക, കർത്താവിൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളതിനെ ഒഴിവാക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അടുക്കളയുടെ ജോലി കർത്താവ് അനുവദിച്ചില്ല. മാർത്ത പല കാര്യങ്ങളെക്കുറിച്ചാണ് നീ ഉത്കണ്ഠാക്കുലിയായിരിക്കണം. സാങ്കത്യമായ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് അവളെ തിരഞ്ഞെടുത്തിരിക്കുമെന്ന് പറയലേ. അപ്പോൾ ഒരു കാരണവശാലും പ്രാർത്ഥനയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കരുത്. പ്രത്യേകിച്ച് സൽപ്രവർത്തികൾ കൊണ്ടാണ് പിശാച് നമ്മളെ പറ്റിക്കുന്നത്, മോശം പ്രവൃത്തി കൊണ്ടല്ല. സൽപ്രവൃത്തിയും കൊണ്ടേ വരത്തുള്ളൂ. പിശാച് എപ്പോഴും നല്ല കാര്യമല്ലേ പറയത്തുള്ളൂ, മോശകാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ?
കർത്താവിനോട് എന്താ പറഞ്ഞത്? നീ എന്തിനാണ് ഇങ്ങനെ വിശന്ന് മരിക്കണത്? നീ ദൈവപുത്രനല്ലേ, നല്ല മിടുക്കനല്ലേ? ഇങ്ങനെ ഈ വെള്ളവും കുടിക്കാതെ ഭക്ഷണവും കഴിക്കാതെ പട്ടിണി കിടന്ന് മരുഭൂമി കിടന്ന് ചത്ത് നിൻ്റെ ലക്ഷണങ്ങളൊക്കെ കോലം കെട്ട് കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം? എനിക്ക്. അപ്പം കർത്താവ് നോക്കുമ്പോൾ പിശാചിന് വരെ സങ്കടം കർത്താവിൻ്റെ സൗന്ദര്യത്തിൽ. കർത്താവ് പറഞ്ഞ് വേല മനസ്സിരിക്കട്ടെ എന്ന് പറഞ്ഞു. നീ സൽപ്രവൃത്തി കാണിച്ച ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി അവ്വാദോട് തുടങ്ങിയതാണ്. പരിശുദ്ധാത്മാവ് പറയും ഇത് പണി വേറെയാണെന്ന് പറയും. അപ്പം സൽപ്രവൃത്തികൾ കൊണ്ടുപോലും നിങ്ങൾ പറയും എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണമല്ല എൻ്റെ ജോലി, എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, അവൾ ആശുപത്രിയിലാണ്, അതല്ലേ ഏറ്റവും വലിയ കുർബാന. ഇങ്ങനെ കുറേ ആധ്യാത്മികമായ കള്ളത്തരങ്ങൾ പറഞ്ഞ് പിശാച് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവസാനം പറയണത്. ലീവ് ഓർ ആബ്സെൻറ്റ്, അതായത് പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ്, ദർ ഇസ് നോ ലീവ് എന്നാണ് ഇപ്പോൾ ഈശോ പറയണത്. എന്താണ്? ഒന്നെങ്കിൽ നീ ഉണ്ട് കർത്താവിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഇല്ല. കാലാവസ്ഥ നിരീക്ഷണം പോലെ മാറി മാറി വരണ ഒരു പരിപാടി ഇല്ലെന്നാണ്. പ്രാർത്ഥനയുടെ ഒപ്പം എൻ്റെ മക്കൾ ഒപ്പം ഒന്നുമില്ല. അതിന് കർത്താവായ ദൈവമേ, പ്രാർത്ഥനയ്ക്ക് ഭംഗം വരാതെ തീക്ഷ്ണമായി മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്താ കാര്യം എന്നറിയാവോ? എന്താ കാര്യം? നമ്മളുടെ ഈ കഴിവ് കൊണ്ട് പല കാര്യങ്ങളും നടക്കത്തില്ലെന്ന് ദൈവത്തിനറിയാം, നമുക്കും അറിയാം, ഇല്ലേ? പിന്നെ എന്താണ് പിന്നെ ആരായി നടത്തി തരേണ്ടത്? ദൈവം തന്നെയാണ്, അല്ലേ? അപ്പോൾ ദൈവം തന്നെ നടത്തി തരേണ്ടത് വിഷയമായതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ട് കാര്യം കാണാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവ തിരുസന്നിധിയിൽ നിന്ന് ഒരു വ്യഭിചാരവും കൊലപാതകവും നടത്തിയ മനുഷ്യൻ കണ്ണീരോടെ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, അപ്പം കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി, വിവരക്കേട് കൊണ്ടാണ്, എൻ്റെ തോന്നിയവാസം കൊണ്ടാണ്, ഞാൻ സമ്മതിച്ചു, എന്നെ തല്ലിക്കൊന്നാലും ശരി, എൻ്റെ ജഡമായാലും ശരി, നിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതാരാ പറഞ്ഞത്? ദാവീദ്. അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന് കൈയിടിച്ച് കർത്താവ്. പ്രാർത്ഥന തിരുസന്നിധിയിൽ നിൽക്കാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. പ്രാർത്ഥന ദൈവ തിരുസന്നിധി നിൽക്കാനുള്ള നിൻ്റെ ദൈവത്തിൻ്റെ വിളിയാണ്. അത് ചിലപ്പോൾ നിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനമായിരിക്കും, ഭർത്താവിൻ്റെ മദ്യപാനമായിരിക്കും. അപ്പം നീ പറയണം എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം എന്ന് പറഞ്ഞ് കുടിച്ചോ എന്നല്ല പറയേണ്ടത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും സകല സാഹചര്യം ഉണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് എടുക്കരുത്. നിൻ്റെ ദൈവ തിരുസന്നിധി നിൽക്കാൻ വേണ്ടിയുള്ള കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വിളിയാണ് നിൻ്റെ സകലത്തിൻ്റെ സമ്മർദ്ദം. കൈ അടിച്ച് കർത്താവ് എഴുന്നേൽക്കുക. എഴുന്നേൽക്കുക സഹോദരങ്ങളെ. രോഗികളെല്ലാം അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അതിൽ ഒത്തിരി പേരെ ഈശോ സുഖപ്പെടുത്തിയതിൽ കുറച്ച് പേരുടെ ദർശനങ്ങൾ കർത്താവ് നൽകി. കുറച്ച് പേരെയായിട്ട് ഒരിക്കലും കർത്താവ് സുഖപ്പെടുത്തില്ലെന്ന് നിങ്ങൾക്കറിയാം. കാര്യം അമ്മ പ്രത്യക്ഷപ്പെട്ട ജീവിക്കണ ദൈവസന്നിധാനത്തിൽ നിങ്ങളെ വിളിച്ചിരിക്കണതാണ് ദൈവം, അല്ല നിങ്ങൾ വന്നതാണെന്ന് ധരിക്കരുത്. സാക്ഷ്യങ്ങളുടെ രീതികൾ കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാനിരിക്കണം. അതിന് പറ്റുന്ന രീതിയിൽ പ്രാർത്ഥന പരുവപ്പെടാൻ വേണ്ടി കർത്താവ് സന്ദേശം നൽകി, നമ്മൾ അത് കേട്ടുപോകുന്നു. അതനുസരിച്ച് മക്കൾ വചനത്തോടും കർത്താവിനോടും തീക്ഷ്ണതയുള്ളവരായിരുന്നാൽ ബാക്കി കാര്യം ദൈവം ചെയ്തു തരും. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ അനേകം മക്കളുടെ മുമ്പിൽ വന്ന് നിന്നെ സാക്ഷ്യപ്പെടുത്തി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നേർച്ച വസ്തുക്കളെടുക്കുക. സന്തോഷത്തോടെ നേർച്ച വസ്തുക്കളെടുക്കുക. അപ്പം മാതാവ് അത് ആശീർവദിക്കാൻ വേണ്ടി ഈശോയോട് പറയുന്ന സമയമാണ്. നമ്മളിപ്പോഴും കുറച്ച് ജോലിയില്ലാത്തവർ, സാമ്പത്തികമായ കടമുള്ളവർ, ജപ്തി നടപടിയുള്ളവർ, ബാങ്ക് നടപടിയുള്ളവർ, മക്കൾ പഠിക്കാൻ പോയിട്ട് അവർക്ക് ഫീസ് കൊടുക്കാൻ പറ്റാത്തവർ, പഠിക്കുന്ന മക്കൾക്ക് തന്നെ അവർ പഠിച്ചിട്ട് കയറാതെ തലപ്പോച്ചിലും ഒക്കെ ആയിട്ട് പഠനത്തിൽ താൻ തകർന്നു പോകുമെന്ന് ഓർത്ത് നിരാശപ്പെടുന്ന മക്കൾ, ടെസ്റ്റ് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവർ, നൈപുണ്യ പരീക്ഷ, യോഗ്യത പരീക്ഷ ഒക്കെയെല്ലാം
പങ്കെടുക്കാൻ പോകുന്നവർ, റീവാലുവേഷൻ കൊടുക്കാൻ ആലോചിക്കുന്നവർ, അതുപോലെ തന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞവർ, റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കുന്നവർ, ആ മക്കളെല്ലാം, പിന്നെ ജീവിത മാർഗ്ഗങ്ങൾ മുട്ടിപ്പോയവർ, വരുമാന മാർഗ്ഗമില്ലാത്തവർ, ചെയ്ത വരുമാന മാർഗ്ഗങ്ങളിൽ വരുമാനം കിട്ടാത്തവർ, കടം വീണ് പോയവർ, പൈസ കൊടുത്തിട്ട് അത് അന്യൻ്റെ കൈ അകപ്പെട്ടിട്ട് ജീവിതത്തിന് മാർഗ്ഗമില്ലാതെ വേദനിക്കുന്നവർ, അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് വിടുതൽ നൽകുന്ന സമയമാണ്. അതിശക്തമായ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ സ്പർശിക്കണേ. ഞങ്ങളുടെ മക്കളെ സ്പർശിക്കണമേ കർത്താവ്. ഞങ്ങളുടെ മക്കളെ സ്പർശിക്കണേ കർത്താവ്. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ എല്ലാ ഭൗതിക ദോഷങ്ങളും ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും യേശുനാമത്തില് മാറിപ്പോണ്. നേർച്ച ബസ്സുകൾ എടുക്കുക. പത്രമെല്ലാം ആശീർവദിക്കാൻ പോവുകയാണ്. പത്രം വാങ്ങിക്കാത്തവരെ കൗണ്ടറിലിരിക്കുന്ന പത്രവും പലകുറി ആശീർവദിച്ച് വെച്ചിരിക്കുകയാണ്. കൃപാസനത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടുന്ന ജോലിയാണ് പ്രേക്ഷിത പ്രവർത്തനം. നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ അവർ നിങ്ങളോട് പറഞ്ഞു കാണും. സാക്ഷ്യക്കാർ പറഞ്ഞില്ലേ, ഒരു പത്രം കിട്ടിയാണ് ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ വന്നതെന്ന്. അപ്പോൾ ഒരു പത്രം ഒരു ആത്മാവാണെന്ന് ഓർക്കണം. ഒരു ആത്മാവിനെ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ വിലയിൽ വീണ്ടെടുക്കാനുള്ള ആത്മാവിനെ നിന്നെ ഏൽപ്പിച്ചിരിക്കണം കർത്താവ്. പത്രം കണ്ടാൽ ആരായാലും ഈശോൻ്റെ അടുത്ത് വരും. കാര്യം 400-500 മിറക്കിൾസാണ് ഒരു മാസം നടക്കുന്നത്. അതിൽ 4-1 മാത്രമേ നമ്മൾ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നുള്ളൂ. പത്രം തിന്നു, പത്രം കുടിച്ചു, പത്രം കെട്ടിവെച്ച്, ഇതൊന്നും ഈ അനുഭവങ്ങൾക്കൊന്നും കൃപാസനമായിട്ട് ഒരു ബന്ധവുമില്ല. ഞങ്ങൾ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പത്രം വായിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഓരോരുത്തർക്ക് ആന്തരികമായി ദൈവം പ്രേരണ നൽകുമ്പോൾ അവന് ആവതുള്ള പ്രാർത്ഥനാ പദ്ധതികൾ അവൻ ചെയ്യുന്നതാണ്. അത് അവൻ്റെ അനുഭവം പറയാനുള്ള അവസരം കൊടുക്കും. പക്ഷേ ഔദ്യോഗികമായിട്ട് കൃപാസനത്തിൻ്റെ അനുവാദമില്ല. നിങ്ങൾ പോയി ഇനി ഇവിടെ പ്രാർത്ഥന കേട്ടിട്ട് നിങ്ങൾ പോയി പത്രമൊക്കെ കടിച്ചു തന്നുകൊണ്ടിരിക്കരുത്. എല്ലാവരും കൂടി പല പ്രാർത്ഥന കേട്ടില്ലേ, പല തരത്തിലുള്ള സാക്ഷ്യങ്ങൾ കേട്ടില്ലേ, അതൊക്കെ അവരവർക്ക് ആന്തരികമായിട്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് തോന്നിക്കുന്നത് കൊണ്ട് അവർ ചെയ്യുന്നു, അവർക്ക് അനുഭവം ഉണ്ടാകുന്നു. അതൊരു മോഡലല്ല, എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയുള്ള മോഡലായിട്ട് കൃപാസനം പ്രപ്പോസ് ചെയ്യത്തില്ല. കൃപാസനം പ്രപ്പോസ് ചെയ്യുന്നത് പത്രം വായിക്കുക, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി അത് മറ്റുള്ള വ്യക്തികളിൽ എത്തിച്ചിട്ട് അവർ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി, അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മേൽ അമ്മയുടെ കയ്യൊപ്പുണ്ടാകും. അതാണ് അടയാളം കാണുന്നത്. അമ്മയുടെ കയ്യൊപ്പുണ്ടാകും. പക്ഷേ ഞങ്ങൾക്കത് സഭയുടെ അനുവാദമില്ലാതെ ഞങ്ങൾക്കത് അത് സ്ഥിരീകരണം നടത്തിയിട്ട് അതൊരു പൊതു തത്വമായിട്ട് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ പറയണത് കാശുരൂപം ബൈബിളിലുള്ളതാണത്. മെഴുകുതിരി ദീപം ബൈബിളിലുള്ളതാണ്. ഉപ്പ് ബൈബിളിലുള്ളതാണ്. ഉടമ്പടി തൈലം ബൈബിളിലുള്ളതാണ്. ബൈബിളിലില്ലാത്ത ഒരു കാര്യവും സഭയുടെ പാരമ്പര്യത്തിൽപ്പെടാത്ത കാര്യങ്ങളൊന്നും ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയോ വേറെ ആവശ്യമില്ലാത്ത പഠനങ്ങൾ കൊടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. സഭ എന്ത് പറയുന്നു അതേ പറയത്തുള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ നേർച്ച വസ്തുക്കളെല്ലാം ആശീർവദിക്കാൻ പോവുകയാണ്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര വലിയ ഉന്നതനായ ഓഫീസറായാലും നിങ്ങളുടെ പിയൂണിനെ കൊണ്ട് പത്രം കൊടുപ്പിക്കരുത്. നിങ്ങൾ തന്നെ കൊടുക്കണം. കാര്യം നിങ്ങളാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ദൈവതിരുസന്നിധിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദൈവവുമായിട്ട് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഈശോനെ അറിയാത്തവരെ നമ്മൾ അറിയിക്കുന്നത്, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ പ്രതികാര നടപടിയാണ് പ്രേക്ഷിത പ്രവർത്തനം. ഇത് പ്രേക്ഷിത പ്രവർത്തനം പ്രതികാര നടപടിയാണ്. ആരോടുള്ള? സാത്താനോടുള്ള പ്രതികാര നടപടിയാണ്. ആത്മാക്കളെ അടിമപ്പെടുത്തി സാത്താനെതിരെ കർത്താവിന് നാം വിളിച്ച് അപേക്ഷിച്ച് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയുള്ള സഭയുടെ പ്രതികാര നടപടിയാണ് പ്രേക്ഷിത പ്രവർത്തനം, മിഷൻ. അതുകൊണ്ടാണ് അഭിമാനത്തോടെ മിഷൻ ചെയ്യണത്. എത്രയോ മനുഷ്യരാണ് മിഷൻ ചെയ്യുക. അപ്പോൾ അത് കൊണ്ട് പള്ളി കൊണ്ട് ഇട്ടച്ച് ഓടിക്കളയുക, അങ്ങനെയുള്ള തരികിട പരിപാടി ഒന്നും കാണിക്കരുത്. തന്നെ അച്ഛനെ കാണാൻ വേണ്ടി ഉടമ്പടി ചെയ്യുന്നവരുണ്ട്. അപ്പം തന്നെ ഉടമ്പടി കുളമാകും. അച്ഛനെ കാണുന്ന ഉടമ്പടിയുമായിട്ട് ഒരു ബന്ധവുമില്ല. 1 Corinthians 13:1 അച്ഛനെ കാണുന്ന ഉടമ്പടിയുമായിട്ട് ഒരു ബന്ധവുമില്ല.
ഉടമ്പടി ചെയ്ത് വിശുദ്ധി പ്രാപിച്ചവരെ ഞാൻ കാണത്തുള്ളൂ. പക്ഷേ എന്നെ കാണാൻ വേണ്ടി ഉടമ്പടി ചെയ്യേണ്ടതിന് ലക്ഷ്യമില്ല. ഉടമ്പടി നിങ്ങളും അമ്മയും തമ്മിലുള്ള വിഷയമാണ്. ഉടമ്പടി അച്ചുട്ട പ്രാർത്ഥനയാണ്. അത് കൃപാസന ബൈബിളിലുള്ള ഒരു പക്ഷേ ഒരേ ഒരു പ്രാർത്ഥനയാണ്. കാര്യം എബ്രാഹത്തിൻ്റെ കാലം മുതൽ ഈശോൻ്റെ കാലം വരെ ദൈവം ഒരു പ്രാർത്ഥന ചെയ്തിട്ടുള്ളൂ, ഉടമ്പടിയാണ്. കർത്താവ് വന്നപ്പോഴും ഉടമ്പടി തന്നെ പറഞ്ഞത്, പിന്നെ പുതുക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഉടമ്പടി എന്നുള്ള വാക്ക് വിടത്തില്ല ഒരിക്കലും ദൈവം. അപ്പം അതുകൊണ്ട് അതിനകത്ത് വിശ്വസ്തതയാണ് വേണ്ടത്. ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. അതുകൊണ്ട് നമ്മൾ ഉടമ്പടിയോട് വിശ്വസ്തതയുള്ളവരായിരിക്കണം. അതുകൊണ്ട് വീണ്ടും വീണ്ടും പഠിക്കണം ഉടമ്പടി എന്താണെന്ന്. പുതിയ പുതിയ കാര്യങ്ങൾ അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യണം, അച്ഛൻ ഇന്ന് എന്താണ് പറഞ്ഞിരിക്കണം. അതൊന്ന് ഓരോ പ്രാർത്ഥനയ്ക്കും വിഷയം മാറത്തില്ലേ. ഒരിക്കൽ പറഞ്ഞ വിഷയം ഒരിക്കൽ പിന്നെ പറയത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് അവസാന വിഷയമാണെങ്കിൽ അമ്മ തന്നിരിക്കും എനിക്ക്. ഞാൻ ഒരു പുസ്തകവും വായിക്കത്തുമില്ല. കാര്യം പുസ്തകം വായിച്ച് പറയണതല്ല ഇത് ദൈവം തന്ന നമുക്ക് തരാം. അല്ലെങ്കിൽ കട്ടയുമ്പോഴും ഉടനെ മടക്കും. കർത്താവ് സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്ക് ഇന്ന് തന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക മാത്രമല്ല, അപ്പം തന്നെ മക്കൾ ഷെയർ ചെയ്യണം. കാര്യം അത്ര ശക്തമായ രീതിയിലാണ് തിന്മ പ്രവർത്തിക്കുന്നത്. അപ്പം തിന്മ പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരീശ്വരവാദികളും അതുപോലെ സഭാവിരുദ്ധന്മാരും പൈശാചിക വെറുപ്പോടുകൂടി സഭയെ ഉദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് സഭയിൽ നടക്കുന്ന മഹാത്ഭുതങ്ങൾ നിങ്ങൾ അപ്പം തന്നെ ഷെയർ ചെയ്ത് കളയണം. അല്ല, നിങ്ങൾ അവരുമായിട്ട് ഇടിവെക്കാനല്ല. ദൈവം ജീവിക്കുന്ന വലിയ വിശ്വാസ കൂടാരമാണിത്. അത് കത്തോലിക്കർ മാത്രമല്ല, അനേകം എല്ലാ മനുഷ്യൻ്റെ മക്കൾക്കും ഉള്ളതാണ്. അതുകൊണ്ടല്ലേ മുസ്ലിം സഹോദരങ്ങൾ പോലും വന്നിവിടെ സാക്ഷ്യം പറയണത്. 5 ലക്ഷം പേരല്ലേ അവിടെ സാക്ഷ്യം കണ്ടത്. അപ്പോൾ എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ളതാണ് സഭ. അപ്പോൾ സഭയിൽ ദൈവം ജീവിച്ച അടയാളം കാണിക്കുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ അത് വരുമ്പോൾ ടക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം, എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇത് കണ്ട് അനേകം മക്കൾ വിശ്വാസത്തിലേക്ക് വരും. കാര്യം ജീവിക്കണം ദൈവത്തിൻ്റെ അടയാളം കണ്ടു കഴിഞ്ഞാൽ ആർക്കും പ്രതിരോധിക്കാൻ പറ്റത്തില്ല. പ്രതിരോധിക്കാൻ പറ്റാത്ത അടയാളങ്ങളാണ് ഈശോ ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും മസ്റ്റ് ഫേസ്ബുക്ക് മസ്റ്റായിട്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് തന്നെ ചെയ്യണം. ഇന്ന് തന്നെ ചെയ്യണതിനുള്ള മാർഗ്ഗങ്ങളെല്ലാം പത്രത്തിൽ തന്നെ ഉണ്ട്. അതിൻ്റെ മാർഗം നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയും നിങ്ങൾക്ക് ഇപ്പം ഇന്ന് നിങ്ങൾ വന്നു, ഇനി നിങ്ങൾ എന്നാ പറയേണ്ടത്? ഡിസംബർ 27-ാം തീയതി. അപ്പോൾ നമ്മൾക്ക് ഈ ഡിസംബർ ഞങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാമായിരുന്നു. കാര്യം ഒത്തിരി പേർക്ക് സങ്കടമുള്ളത് കൊണ്ടാണ് മാറ്റി വെച്ചത്. ക്രിസ്മസുമായിട്ട് വീട്ടിൽ നിന്ന് പോരാൻ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അമ്മ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വിഷമം വരും അല്ലേ. അമ്മച്ചി പോണാ ഇന്നത്തമായിട്ട് പോണാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിന്ന് പോകും. കാരണം ക്രിസ്മസ് ഒരു വികാരമാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസിനാണ് അടുത്ത പ്രാർത്ഥന ഉള്ളത് കൊണ്ട് നമ്മൾ മാറ്റിയിട്ട് ബുധൻ കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച വെച്ചിരിക്കുക. അപ്പോൾ മറന്നു പോകരുത്. ഇന്ന് തന്നെ കുറിച്ച് കേൾക്കണം. ഡിസംബർ 27-നാണ് നമ്മുടെ 4-ാം ചൊവ്വാഴ്ച. അതുവരെയുള്ള എല്ലാ പ്രാർത്ഥനയും മക്കൾ എവിടെ കൂടണം? ഫേസ്ബുക്കിൽ കൂടണം, അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടണം. നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം. അത് കർത്താവിൻ്റെ വചനം പ്രചരിക്കട്ടെ. കാര്യം പുതിയ പുതിയ വചനങ്ങളും വചനത്തിന് ഉൾക്കാഴ്ചയും ജീവിതബന്ധിയായിട്ട് ഈശോ ഇപ്പോഴാണ് ഈ താറാവിൻ്റെ കാര്യമൊക്കെ ഈശോ പറഞ്ഞത്. എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്, പക്ഷേ ഓർപ്പിച്ച് തരണമല്ല പരിശുദ്ധാത്മാവ്. മനസ്സിൽ തന്നെ പല കാര്യങ്ങളുണ്ടാകും, പക്ഷേ ഓർപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രധാന നടപടി. പക്ഷേ അത് ആൾക്കാർ മറക്കത്തില്ല. എങ്ങനെ ഒരു ദൈവികമായ കാര്യമായിട്ട് മാനുഷിക കാര്യങ്ങളെ മാറ്റാമെന്ന് കണ്ടുപിടിച്ചാൽ അത് കർത്താവ് ഇഷ്ടമാകണമെന്നെങ്കിലും വാക്ക് ചേർത്താൽ മതി. അപ്പം തന്നെ സാധനം ദൈവികമായി മാറി, പിന്നെ പെട്ടെന്ന് നടക്കും. അപ്പം അത് അങ്ങനെയുള്ള സൂത്രങ്ങൾ, ആധ്യാത്മിക ദൈവിക നിഗൂഢ സത്യങ്ങൾ, അതാണ് സൂത്രം എന്ന് പറയണത്. നിഗൂഢ സത്യങ്ങൾ വെളിപ്പെടുന്ന സ്ഥലമാണ് പ്രഭാഷണം, ഈശോയുടെ പുറകിൽ നിൽക്കുമ്പോൾ. അപ്പം അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഒരുപക്ഷെ നിങ്ങൾക്ക് 1000-ഓ 100-ഓ ഫ്രണ്ട്സ് ഉണ്ടാകും. 3/4 പേരും പാപത്ത് ജീവിക്കുന്നവരായിരിക്കാം. നിങ്ങൾ ഈ സാധനം നിങ്ങൾക്ക് കിട്ടുന്ന സാക്ഷ്യം കൃപാസനത്തിൽ നിന്ന് എന്ത് സാക്ഷ്യമാണ് ഇടണമെന്ന് നിങ്ങൾ നോക്കണം. അതപ്പം തന്നെ ഷെയർ ചെയ്യണം. എന്നിട്ട് അതപ്പം ഇതിന് കർത്താവേ ഇത് കണ്ട് അനേകം മക്കൾ വിശ്വസിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. കാര്യം ഇത് സുവിശേഷ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. സുവിശേഷ പോരാട്ടം. ഇപ്പോൾ ഇത് അതുപോലെ തന്നെ ഷാരോൺ TV-യിലും ഇപ്പോൾ ഈശോ അത്ഭുതം തുടങ്ങിയിട്ടുണ്ട്. 2-3 പേര് സാക്ഷ്യം പറഞ്ഞില്ലേ. അതായത് ഷാരോൺ TV നമ്മുടെ പ്രോഗ്രാം എപ്പോഴാണ്? എല്ലാ തിങ്കളാഴ്ചയും 1:30 മണിക്ക്, പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും 8:30 മണിക്ക്. മറന്നു പോകരുത്. ഇപ്പോഴേ ഡിസംബർ 24-ാം തീയതി ക്രിസ്മസ് പ്രോഗ്രാമുണ്ട്.
സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അത് 1.5 മണിക്ക് തന്നെയാണ്. തിങ്കളാഴ്ച 1.5 മണിക്കാണ് വച്ചിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾ കാണുകയും അത് പ്രാർത്ഥനാപൂർവ്വം കാണണം. ജീവിക്കണ കർത്താവിന് ദിവ്യകാരുണ്യം അതേപടി കൊണ്ടുപോയി സ്റ്റുഡിയോയിൽ വെച്ചാണ് ആരാധന നടത്തിയിട്ടാണ്. നമ്മളാ നടത്തുന്നതെല്ലാം പ്രോഗ്രാമല്ല, ശുശ്രൂഷയാണ്. പ്രോഗ്രാമല്ലത്, അത് ശുശ്രൂഷയാണ്. ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഒരുങ്ങി കാര്യം 1 ലക്ഷമോ 2 ലക്ഷമോ ആൾക്കാരോടല്ലേ നമ്മൾ സുവിശേഷ വേല ചെയ്യണത് ഷാലൂമിലാകുമ്പോൾ. അപ്പം അതുകൊണ്ട് അതും മറ്റുള്ളവരോട് വിളിച്ച് പറഞ്ഞ് സുവിശേഷ വേലയ്ക്ക് 1ാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം ചെയ്താൽ നിങ്ങൾ ഉടനെ ദൈവം നിങ്ങളുടെ കാര്യം ചെയ്യും, ഒരു സംശയവുമില്ല. കാര്യം നമ്മുടെ ആധാരം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ ആധാരം? ഉടമ്പടിയാണ് ആധാരം. പ്രൈസ് ദി ലോർഡ്. നേരത്തെ വസ്തു ഉയർത്തി പഠിച്ച് വിശ്വാസ പ്രമാണം ചെയ്തേക്ക്. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, and cast disease and root causes from you. By God the Father Almighty, made heaven and earth this the contain. Let the devil's power, devil's regions, Satan's attacks and machinations, be dispelled under the of me. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ കർത്താവിൻ്റെ നിറച്ച വസ്തുക്കളെ ഈശോയുടെ നാമത്തെ ആശീർവദിക്കും. സമാപന ആശീർവാദത്തിന് സമയമാണ്. ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, അതുപോലെ തന്നെ ഗർഭത്തിൽ കുഴപ്പങ്ങളുള്ളവർ, ഇപ്പം തന്നെ പറഞ്ഞില്ലേ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ തലമറിഞ്ഞ് കിടക്കുന്നു, അത് പിന്നെ അതിൻ്റെ കോഡ് ചുറ്റിക്കിടക്കുന്നു, കൊച്ചിന് തൂക്കമില്ല, ഇങ്ങനെയൊക്കെയുള്ള ഗർഭിണികൾ എല്ലാം ഇപ്പോഴേ നിങ്ങൾ നമ്പർ ഓഫീസിൽ പോയാൽ പെട്ടെന്ന് ഒരു ഉടമ്പടി പോലും ചെയ്യേണ്ട, വെറുതെ ചെന്ന് പറഞ്ഞാൽ മതി, അപ്പം തന്നെ നമ്പർ തരും. നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. കാര്യം ഇവിടെ ഉടമ്പടി പ്രകാരം ഭൗതികമായ കാര്യങ്ങൾക്ക് നിത്യജീവൻ വരെ പാക്ക് ചെയ്താണ് അമ്മ ഉടമ്പടി തന്നിരിക്കുന്നത്. ആ ഉടമ്പടി ഇരിക്കുന്നവരുടെ കാര്യങ്ങളെല്ലാം അമ്മ വേണ്ട പോലെ ചെയ്തോളും. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സമയം വെച്ച് താമസിപ്പിക്കാൻ സമയമില്ല. ഈ ആഴ്ച ഓപ്പറേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ആഴ്ച പ്രാർത്ഥന ഇല്ലാത്തതാണ്. അപ്പോൾ ഓപ്പറേഷന് പോകാനുള്ള ആൾക്കാരും ക്യൂ നിൽക്കണം. ഓപ്പറേഷന് പോകാനുള്ള ആൾക്കാർക്ക് ഇപ്പോൾ പ്രാർത്ഥന കിട്ടും. ഓരോരുത്തരും അച്ഛൻ കാര്യങ്ങൾ കേട്ട് അവിടെ വയറില തലയില എവിടെയാണ് രോഗം അവിടെ കൈവച്ച് ഈശോനാമത്തിൽ അമ്മ മധ്യസ്ഥ പ്രാർത്ഥിച്ച് കർത്താവ് അവരെ സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇപ്പം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ഇപ്പം സാക്ഷ്യം കേട്ടില്ലേ, സാക്ഷ്യം എങ്ങനെ അമ്മ സ്കാൻ ചെയ്യും? ഇല്ലടാ, സ്കാൻ ചെയ്യണം, ഒന്നുകൂടി ചെയ്യണം. എന്താ കാര്യം? ഉറപ്പാണ്, അമ്മ സ്പർശിച്ചിട്ടുണ്ടാവുമെന്നുള്ള ഉറപ്പിലാണ് സ്കാൻ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഒന്നുമില്ല. അത്രയും കാര്യങ്ങളാണ് ദൈവം ചെയ്യണത്. മക്കളെ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ കൂടി നിങ്ങൾ പാസ് ചെയ്യരുത്. കാര്യം ഇത് ഒടിഞ്ഞു നിൽക്കുകയാണ് സംഭവം, മൊത്തം താഴെ വീഴും. അപ്പം ഇനി ഇതിലേ വരാനുള്ള ഉദ്ദേശിക്കുന്നവർ, അമ്മയെ കാണാനുള്ള ഉദ്ദേശിക്കുന്നവർ നിത്യാരാധനയുടെ തെക്ക് വശത്തോട് വന്നാൽ മതി. ഇതിലെ ആരും പാസ് ചെയ്യരുത്. സമാപന ആശീർവാദം കിട്ടാൻ പോവുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തുതിക്കട്ടെ കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം. യേശുവിനെ സ്തുതിക്കട്ടെ, യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. നമ്മൾ അനുഗ്രഹിച്ച കർത്താവിനെ, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ, നമ്മുടെ വേദനകളും പ്രയാസങ്ങളും എല്ലാം വെളിപ്പെടുത്തി രോഗങ്ങളെല്ലാം ഏറ്റെടുത്ത് സൗഖ്യം നൽകിയ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ കർത്താവേ, സ്തോത്രം കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയെ നിനക്ക് നന്ദി. ഈശോയെ നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കാനായി കടന്നു വന്നു അനുഗ്രഹിച്ച ഈശോയെ നന്ദി കർത്താവേ, സ്തോത്രം ഹല്ലേലൂയ 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 യേശുവേ 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 നന്ദി കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങൾ അനുഗ്രഹിച്ച ഈശോയെ നന്ദി. ഈശോയെ സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
പരിശുദ്ധ പരമദീപികാരുണ്യത്തിന് നിരാരാധന സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദീപികാരുണ്യത്തിന് നിരാരാധന സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദീപികാരുണ്യത്തിന് നിരാരാധന സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.